ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. ബഹുമാനമുള്ള മോമിനികളെ, എന്താണ്, ഒരു കുട്ടി തെമ്മീസില്ലാതെ കുട്ടിയാണ്, 30 വയസ്സായി, അദ്ദേഹത്തിന്റെ സുന്നത്ത് ചെയ്തിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, തങ്ങളെ ഒരു കുട്ടിയുണ്ട്, തീരെ സുഖമില്ല, ഉണ്ടാക്കേണ്ടത്. ഞാൻ കുട്ടിന്റെ സുന്നത്തും ചെയ്തിട്ടില്ല. ഞാൻ എന്താ പ്രശ്നം? അത് സുന്നത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, രക്തം നിൽക്കുകയില്ല, മരിച്ചു പോകും ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കേണ്ടതില്ല, നിങ്ങൾ ബദരീങ്ങളോട്ട് യാസീൻ കൂടി നോക്ക്, എല്ലാം അല്ലാഹു സലാമത്താകുന്നു. അത് ഞാൻ പറയുകയും ചെയ്തു, നിങ്ങൾ വെള്ളം വെക്കുക, വാക്യം ഓടുക, യാസീൻ മുബീൻ്റെ അടുത്ത് ഓടുക, പിന്നെ അല്ല ഊതി നിങ്ങൾ കുടിച്ച് ആ കുട്ടിനെ കുളിപ്പിച്ചറിയുന്നത്. അങ്ങനെ 39ാമത്തെ അങ്ങനെ തന്നെ ചെയ്തു. 39ാമത്തെ ദിവസം ആ കുട്ടിനെ ഉറക്കിലെന്തായി, സുന്നത്താക്കിന. സുന്നത്ത് ചെയ്തു. ആര് ചെയ്തത്? ഞാനല്ല, അത് ബദരീങ്ങൾ ചെയ്തു. നിങ്ങൾക്കറിയാം, മൂടവെതിര് ഭാഗത്താണ്. എന്നോട് ഫോണാക്കി അവർ ചോദിച്ച് എന്താക്കേണ്ടത്, നിങ്ങളെ കുട്ടി നോക്കും, ചെമ്മീനില്ലാതെ കുട്ടി, ആ കുട്ടീൻ്റെ പഠിച്ച് കളിക്കുന്നു. അപ്പോൾ അവരെന്താണെന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഈ കുട്ടിൻ്റെ സുന്നത്താക്കി, ചോര രക്തമൊന്നുമില്ല, ഒരു പ്രശ്നവും. അങ്ങനെ പിന്നെ അവർ എന്നോട് ഫോണാക്കി ചോദിച്ചു, തങ്ങൾ എന്താ വേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, സുന്നത്ത് ചെയ്യുന്ന ആളുണ്ടല്ലോ പ്രശ്നം, അവരോട് ചോദിച്ചു നോക്കാം അത് ശരിയാണോ ഇല്ലയെന്ന്. അവരെ കൊണ്ട് കാണിച്ചു, വളരെ കറക്റ്റാണ്, ഒരു പ്രശ്നമില്ല. ഇതാണ് ബഹുമാനമുള്ള മോമിനിയങ്ങളെ, നമ്മൾ നീയത്താണ് ഏറ്റവും വലുത്. നമ്മളാണ് വിന്യാസമാണ്. അപ്പം ഈമാൻ വേണം, നമ്മൾ എന്താണ്, നമ്മൾ പിന്നെ നീയത്തുണ്ടാവണം. ബദരീങ്ങളെ കൊണ്ടും അവരെ കൊണ്ടുമാണ് നമ്മളെ സംഗതി ശരിയാവും എന്നുള്ള ഡോക്ടറോ മരുന്നോ കൊണ്ടും അല്ല, അവരെ കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർമാർ ബദരീങ്ങൾ തന്നെയാണ്. അവരെ കഴിച്ചു വെക്കുന്ന ഒരു രോഗത്തിന് വരാനുമില്ല, ഒരു വിരിക്കുകയിരിക്കില്ല. പക്ഷെ അതിനുള്ള വിശ്വാസമാണ്. ഇത്